അല്ല വീട്ടിൽ അരി അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്. ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാന് വീട് വിട്ടിറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ, കണ്ടിട്ട് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഇല്ല, 2 ദിവസമായി ഞങ്ങളൊന്നും കഴിച്ചില്ല. ചേച്ചി ഇതൊരു ചലഞ്ചാണ്. ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും. രാവിലെ മുതൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. തീർച്ചയായും നമ്മുടെ പെൺമക്കൾ ഇത് കാണണം, ഇത് മനസ്സിലാക്കണം. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്വാസം അടക്കി പിടിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടു തീർത്തത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണിത്. നമ്മൾ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ നമ്മുടെ പൊന്നുപോലുള്ള മക്കൾ, അവരെക്കുറിച്ച് നമുക്ക് പല സ്വപ്നങ്ങളായിരിക്കും. ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം ഇട്ടേച്ച് ഉമ്മയും വേണ്ട ഉപ്പയും വേണ്ട ഇന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഓരോ പെൺമക്കളും ഇത് കാണണം, മനസ്സിലാക്കണം. വളർത്തി വലുതാക്കി കാമം മൂത്തപ്പോൾ പലതും തോന്നുകയാണ് പെൺമക്കൾക്ക്. ഒന്നും വേണ്ട, ഉപ്പയെയും വേണ്ട ഉമ്മയെയും വേണ്ട ഇന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഓരോ പെൺമക്കളും ഇത് കാണണം. മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും ഉപേക്ഷിച്ചു പോകുന്ന മിക്ക പെൺമക്കളുടെയും അവസ്ഥ ഇതുപോലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമായത്. പ്രേമമാണത്രേ, സ്നേഹമാണത്രേ. ഇതാണോ പ്രേമം, ഇതാണോ സ്നേഹം? സ്വന്തം മാതാപിതാക്കളോടും കൂടപ്പിറപ്പിനോടും തോന്നാത്ത 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് തീറ്റിപ്പോറ്റി വളർത്തിയ സ്വന്തം മാതാപിതാക്കളോടില്ലാത്ത എന്ത് സ്നേഹമാണ് ഇന്ന് കണ്ട അവന്മാരോട്? ഇതാണോ സ്നേഹം? ഇതാണോ പ്രേമം? മണ്ണാങ്കട്ടയാണ്. ഇത് വെറും ഒരു കാമ ഭ്രാന്താണ്. ഒരു പ്രായത്തിൽ തോന്നുന്ന ഒരു തരം ഭ്രാന്ത്. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സഹോദരിയുടെ അവസ്ഥയാണിത്. 2 മക്കളെയും ഉണ്ടാക്കിക്കൊടുത്ത് അയാളങ്ങ് മുങ്ങി. പിന്നെ അവളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലെത്തിപ്പെടുകയാണ്. നാടും നാട്ടുകാരും കുടുംബവും വെറുത്തു മഹലിൽ നിന്ന് വരെ പുറത്താക്കിയത്രേ. അപ്പോൾ ഈ പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? അതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തിന്നാൻ പോലും വകയില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് സൂരജ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ അവിടെ എത്തിപ്പെടുന്നത്. സൂരജിന്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. മണി ചലഞ്ചാണ്, ഒരുതരം ഗെയിമാണ്. പാവപ്പെട്ടവരെ കണ്ടെത്തി അവരെ കൊണ്ട് പൈസ എണ്ണിപ്പിച്ച് അതവർക്ക് കൊടുക്കുക. കൂടാതെ അയാളും നന്നായി സഹായിക്കാറുണ്ട്. ഈ വ്ളോഗറുടെ അടുത്തെത്തിപ്പെട്ട അധിക പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തക്ക സമയത്തായിരുന്നു ആ വ്ളോഗർ അവിടെ എത്തിപ്പെടുന്നത്. ആ ഒരു ചലഞ്ചുമായി ഈ വ്ളോഗർ എത്തിപ്പെട്ടത് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ. ചേച്ചി ഇതൊരു ചലഞ്ചാണ്. ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും. രാവിലെ മുതൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. ചേച്ചി ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ചേച്ചിക്ക് പൈസ കിട്ടും. 2000 ഉണ്ട്, 3000 ഉണ്ട്, 5000 ഉണ്ട്. ചേച്ചിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? ചലഞ്ചിന് ഞാനില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്നാണ് കരഞ്ഞുകൊണ്ട് ആ ഒരു സഹോദരി പറയുന്നത്. ആഹാരത്തിന് പോലും വകയില്ലാതായിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ഉപ്പയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അച്ഛൻ ഇല്ല, ഉപേക്ഷിച്ചു പോയത്. നിങ്ങൾ 3 പേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ഉപേക്ഷിച്ചു പോയി. പിന്നെയുള്ള ജീവിതം ഏറെ പ്രയാസമുള്ളതായിരുന്നു. 2 മക്കളെയും നോക്കണം. 2 മക്കൾക്ക് ആഹാരം നൽകണ്ടേ? പണമില്ലാത്തത് കൊണ്ട് തന്നെ ആ മക്കളെ സ്കൂളിലും ചേർത്തിയില്ല. കുറെ നാൾ ഇവരധ്വാനിച്ച് ആ മക്കളെ നോക്കി. അതിനിടക്കായിരുന്നു അത്രേ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അതിനോടുകൂടി മക്കൾ പട്ടിണിയാവുകയാണ്. ആ ഒരു സഹോദരിയെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കുറച്ചു കാലമായി ശരിക്കും ഒന്ന് ആഹാരം കഴിച്ചിട്ട് എന്ന്. ദുരിതപൂർവമായ ആ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്ളോഗർ അവിടെ എത്തിപ്പെടുന്നത്. ഇതുപോലുള്ള വ്ളോഗർ കാരണം ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാണുന്ന നമുക്കും ഒരു ആശ്വാസമായി. ആ സഹോദരിയെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചു. ആ സഹോദരി പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. ഓരോ പെൺമക്കളും ഇത് കാണണം, ഇത് കേൾക്കണം. കടമായിട്ട് ഒരു 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരോ ഒരു രാത്രിത്തേക്കെന്ന് ചോദിച്ചെന്നു. കേട്ടില്ലേ? കടം ചോദിച്ചപ്പോൾ ചോദിച്ച ആ ഒരു ചോദ്യം എല്ലാവരെയും വെറുപ്പിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു ചെല്ലേണ്ടി വരും. അവർ നമ്മുടെ ഉപ്പയല്ല, ഉമ്മയല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരെയല്ല. അവർക്ക് നമ്മോട് സ്നേഹവും തോന്നില്ല. സ്നേഹം തോന്നുന്നുവെങ്കിൽ
അയാൾ ഇട്ടേച്ചു പോകില്ലായിരുന്നു ഈ 2 മക്കളെയും. ആ മക്കളെ ഓർത്തെങ്കിലും അയാൾ അവിടെ നിൽക്കുമായിരുന്നു. മക്കളായതിനു ശേഷം ഉപേക്ഷിച്ച എത്രയെത്ര കാമുകന്മാരുടെ കഥകൾ ഞാൻ നിങ്ങളോടൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ആര് വെറുത്താലും നമ്മുടെ മാതാപിതാക്കൾ വെറുക്കില്ല. അതാണ് മാതാവ്. എനിക്ക് ഈ വ്ളോഗറോട് പറയാനുള്ളത്, അവരെ ഒരു സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുക, അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. മാതാപിതാക്കൾക്ക് ഒരിക്കലും മക്കളെ വെറുക്കാൻ സാധിക്കില്ല, അതും ഇങ്ങനെ ഒരു അവസ്ഥയിൽ. ഇങ്ങനെ ഒരു അവസ്ഥയിലും ആ സഹോദരിയെ വെറുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പ്രശ്നത്തിൽ എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു സഹോദരിയെ അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ നോക്കാം. അവിടെ തന്നെയാണ് സുരക്ഷിതം. വയറ് നിറച്ചും ആഹാരം കഴിക്കുന്നത് കണ്ട് കണ്ണും നിറഞ്ഞുപോയി, മനസ്സും നിറഞ്ഞുപോയ ആ ഒരു രംഗമാണിത്. ഒരു ഉമ്മ ലാളിച്ചു കൊഞ്ചിച്ചു വളർത്തിയ ഒരു മകളാണിത്. ഇതൊക്കെ ഇവരുടെ മാതാപിതാക്കൾ കാണുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു രംഗം കണ്ടു നിൽക്കാനാവില്ല. നാടും വീടും വിട്ട് നാട്ടുകാരും വിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോൾ ആളുകളുടെ പല വാക്കുകളും നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും സുരക്ഷ അത് തന്നെയായിരിക്കും. നമ്മൾ എവിടെ വീടുണ്ടാക്കി കൊടുത്താലും അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. വരണ്ടുണങ്ങിയ ചുണ്ടുകൾ കണ്ടപ്പോൾ ഏറെ സങ്കടമായി പോയി. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. നമ്മളൊക്കെ 3 നേരം ഭക്ഷിച്ച് സുഖത്തോടെ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെയും ചിലരുണ്ടെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. പടച്ചറബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. നല്ല സ്വാലിഹത്തായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക 5 നേരവും. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാന്നേ. നമ്മുടെ ചെറിയൊരു നോട്ടത്തിൻ്റെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാതാപിതാക്കൾ അവരോട് പെരുമാറുക. അവർക്ക് അതാണ് ഇഷ്ടം. അവരെ പോലെ കളിച്ചും ചിരിച്ചും ഒരു സുഹൃത്തിനെ പോലെ അവരോട് പെരുമാറി അവരോടൊപ്പം കൂടി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. റമദാൻ മാസമാണ് വരുന്നത്. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.